രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി നൂതന സാങ്കേതിക വിദ്യയിലൂടെ ശക്തി നേടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ബുദ്ധിയും പ്രതിബദ്ധതയും ചേർന്നപ്പോൾ ജനിച്ച മിസൈൽ സംവിധാനങ്ങളാണ് ബ്രഹ്മോസ്, അഗ്നി 5, ആകാശ്. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെ അഭിമാനം. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ശാസ്ത്രീയ മുന്നേറ്റത്തിന്റെയും സാങ്കേതിക ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി മാറിയ ഒരു മിസൈൽ സംവിധാനമാണ് ബ്രഹ്മോസ് മിസൈൽ. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായ ബ്രഹ്മോസ് ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രതിരോധ ശേഷിയെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും അന്താരാഷ്ട്ര സഹകരണവും ചേർന്നപ്പോൾ രൂപം കൊണ്ട ഈ മിസൈൽ സംവിധാനം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ കരുത്തായി മാറി. ബ്രഹ്മോസ് എന്ന പേരിന്റെ അർത്ഥം. ബ്രഹ്മോസ് എന്ന പേര് തന്നെ ഈ മിസൈലിന്റെ അന്താരാഷ്ട്ര സഹകരണത്തെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ബ്രഹ്മോസ് എന്ന പേര് രൂപപ്പെട്ടത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ശാസ്ത്ര സാങ്കേതിക സഹകരണത്തിന്റെ ഫലമായാണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത്. വികസന ചരിത്രം. 1990കളിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നിരവധി പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രഹ്മോസ്. ഇന്ത്യയുടെ DRDOയും റഷ്യയിലെ NPOയും ചേർന്നാണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. ഈ സംയുക്ത സംരംഭം ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊടുത്തു. സവിശേഷതകളും സാങ്കേതിക മികവും. ബ്രഹ്മോസ് മിസൈൽ അതിന്റെ വേഗത, കൃത്യത, വൈവിധ്യം എന്നീ സവിശേഷതകളാൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈൽ ലക്ഷ്യം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ കഴിവുള്ളതാണ്. ഇതുവഴി പ്രതിരോധ രംഗത്ത് വേഗത നിർണായകമായ സാഹചര്യങ്ങളിൽ ബ്രഹ്മോസ് വലിയ മുൻതൂക്കം നൽകുന്നു. പ്രതിരോധ രംഗത്തെ പ്രാധാന്യം. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇത് രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയും സമുദ്രപരിധിയിലെ സംരക്ഷണവും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ശക്തമായ പ്രതിരോധ സംവിധാനം ഉണ്ടെന്ന ബോധം തന്നെ ശത്രുക്കളെ പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഈ അർത്ഥത്തിൽ ബ്രഹ്മോസ് ഒരു ആയുധം മാത്രമല്ല, തന്ത്രപ്രധാന പ്രതിരോധത്തിന്റെ പ്രതീകമാണ്. ശാസ്ത്രജ്ഞരുടെ സംഭാവന. ബ്രഹ്മോസ് മിസൈലിന്റെ വിജയത്തിന് പിന്നിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ വർഷങ്ങളായുള്ള ഗവേഷണവും സമർപ്പണവുമുണ്ട്. പരിമിതമായ വിഭവങ്ങൾക്കിടയിലും ലോകോത്തര സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. ഇത് ഇന്ത്യൻ യുവതലമുറയ്ക്ക് ശാസ്ത്രത്തോടും സാങ്കേതിക വിദ്യയോടും കൂടുതൽ ആകർഷണം ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്ര. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന്റെ മികച്ച ഉദാഹരണമാണ് ബ്രഹ്മോസ് മിസൈൽ. പ്രതിരോധ രംഗത്ത് വിദേശ ആശ്രിതത്വം കുറച്ച് സ്വന്തം സാങ്കേതിക വിദ്യയിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യയെ ബ്രഹ്മോസ് പ്രതിനിധീകരിക്കുന്നു. ഇത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ ശാസ്ത്രീയ കഴിവിന്റെയും പ്രതിരോധ ശക്തിയുടെയും അഭിമാന ചിഹ്നമാണ്. വേഗതയും കൃത്യതയും സാങ്കേതിക മികവും ഒന്നിച്ചു ചേർന്ന ഈ മിസൈൽ സംവിധാനം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ബ്രഹ്മോസ് ഇന്ത്യയുടെ ഇന്നലെയുടെ സ്വപ്നവും ഇന്നത്തെ നേട്ടവും നാളെയുടെ ആത്മവിശ്വാസവുമാണ്. അടുത്ത മിസൈലായ അഗ്നി 5. അഗ്നി 5 ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രതിരോധ ശേഷിയുടെ ശക്തമായ അടയാളം. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ഒരു നിർണായക അധ്യായം തുറന്നുവെച്ച സംവിധാനമാണ് അഗ്നി 5 മിസൈൽ. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ദേശീയ സുരക്ഷ, തന്ത്രപ്രധാന നയം എന്നിവ ഒത്തുചേരുന്ന ഈ മിസൈൽ സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴി തുറന്നത്. അഗ്നി 5 ഒരു ആയുധം മാത്രമല്ല, അത് ഇന്ത്യയുടെ ശാസ്ത്രീയ ആത്മവിശ്വാസത്തിന്റെയും ദീർഘദർശിത്വത്തിന്റെയും പ്രതീകമാണ്. അഗ്നി പരമ്പരയും അതിന്റെ പശ്ചാത്തലവും. അഗ്നി 5നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ അഗ്നി മിസൈൽ പരമ്പരയുടെ പശ്ചാത്തലം അറിയേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയുടെ മിസൈൽ വികസന പദ്ധതികളുടെ ഭാഗമായി രൂപം കൊണ്ട അഗ്നി പരമ്പര ഘട്ടം ഘട്ടമായി സാങ്കേതിക മികവ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മുന്നേറിയത്. ഓരോ ഘട്ടത്തിലും ഇന്ത്യ ശാസ്ത്രീയമായ ആത്മവിശ്വാസവും പ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്തി. ഈ പരമ്പരയിലെ ഏറ്റവും പുരോഗമിച്ച സംവിധാനങ്ങളിലൊന്നാണ് അഗ്നി 5. മുമ്പത്തെ അനുഭവങ്ങളും ഗവേഷണങ്ങളും അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്ത ഈ മിസൈൽ ഇന്ത്യയുടെ ദീർഘദൂര തന്ത്രപ്രധാന പ്രതിരോധ ചിന്താഗതിയുടെ ഉന്നത നിലയെ പ്രതിനിധീകരിക്കുന്നു. അഗ്നി 5 പേരും ആശയവും. അഗ്നി എന്ന പേര് തന്നെ ശക്തിയെയും ഊർജത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഇന്ത്യൻ സാംസ്കാരിക പശ്ചാത്തലത്തിൽ അഗ്നി പരിവർത്തനത്തിന്റെയും സംരക്ഷണത്തിന്റെയും ചിഹ്നമാണ്.
അതിനാൽ തന്നെ അഗ്നി 5 എന്ന പേര് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ ഉൾക്കൊള്ളുന്ന ആശയപരമായ ശക്തിയെ സൂചിപ്പിക്കുന്നു. വികസന ചരിത്രവും ശാസ്ത്രീയ പരിശ്രമവും. അഗ്നി 5 മിസൈലിൻ്റെ വികസനം ഇന്ത്യയുടെ DRDOയുടെ നേതൃത്വത്തിലാണ് നടന്നത്. നിരവധി വർഷങ്ങളിലായി നടത്തിയ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ശാസ്ത്രീയ അവലോകനങ്ങളും ചേർന്നാണ് ഈ സംവിധാനം യാഥാർത്ഥ്യമായത്. ഈ വികസന യാത്ര ഇന്ത്യയുടെ ശാസ്ത്രലോകത്തിന് വലിയ വെല്ലുവിളികളാണ് മുന്നിൽ വച്ചത്. അതേസമയം പരിമിതമായ വിഭവങ്ങൾക്കിടയിലും ആഗോള നിലവാരമുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ കഴിയുമെന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വീണ്ടും തെളിയിച്ചു. അഗ്നി 5 ഗവേഷണത്തിലും ആസൂത്രണത്തിലും ഇന്ത്യ കൈവരിച്ച കൃത്യതയുടെ ഉദാഹരണമാണ്. സാങ്കേതിക ദർശനം. അഗ്നി 5ന്റെ സാങ്കേതിക മികവ് അതിൻ്റെ ആസൂത്രണ രീതിയിലും രൂപകൽപ്പന തത്വങ്ങളിലും വ്യക്തമാണ്. ദീർഘദൂരശേഷി, സ്ഥിരത, കൃത്യത, വിശ്വസനീയത എന്നീ ഘടകങ്ങൾ മുൻനിർത്തിയാണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. ഇവിടെ പ്രാധാന്യമുള്ളത് സാങ്കേതിക വിവരങ്ങളുടെ അളവല്ല, മറിച്ച് ഇന്ത്യ കൈവരിച്ച ശാസ്ത്രീയ പക്വതയാണ്. അഗ്നി 5 ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഒരു ഗുണപരമായ മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നു. ഇത് രാജ്യത്തിന്റെ ഗവേഷണ വികസന സംവിധാനങ്ങളുടെ ഏകോപന ശേഷിയും തെളിയിക്കുന്നു. തന്ത്രപ്രധാന പ്രതിരോധത്തിലെ പങ്ക്. ആധുനിക ലോകത്ത് പ്രതിരോധമെന്നത് യുദ്ധം നടത്താനുള്ള തയ്യാറെടുപ്പ് മാത്രമല്ല, യുദ്ധം ഒഴിവാക്കാനുള്ള ശക്തമായ മാർഗം കൂടിയാണ്. ഈ ആശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് അഗ്നി 5ന്റെ പ്രാധാന്യം വിലയിരുത്തപ്പെടുന്നത്. ശക്തമായ പ്രതിരോധ ശേഷി ഉണ്ടായാൽ രാജ്യത്തിന്റെ സുരക്ഷയെ ഭീഷണിപ്പെടുത്താൻ ആരും എളുപ്പത്തിൽ തയ്യാറാവില്ല. ഈ നിലയിൽ അഗ്നി 5 ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രതിരോധ സംവിധാനത്തിൽ ഒരു തടയൽ ശക്തിയായി പ്രവർത്തിക്കുന്നു. ഇത് സമാധാനം നിലനിർത്തുന്നതിനുള്ള ഒരു പരോക്ഷ ഉപാധിയാണ്. ദേശീയ സുരക്ഷയും ആത്മവിശ്വാസവും. അഗ്നി 5 ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ചിന്താഗതിയിൽ ആത്മവിശ്വാസം കൂട്ടിച്ചേർത്തിയിട്ടുണ്ട്. സ്വന്തം ശാസ്ത്രജ്ഞരും സ്ഥാപനങ്ങളും ചേർന്ന് വികസിപ്പിച്ച ഒരു അത്യാധുനിക സംവിധാനം രാജ്യത്തുണ്ടെന്ന ബോധം തന്നെ വലിയ മാനസിക ശക്തിയാണ്. ഈ ആത്മവിശ്വാസം രാഷ്ട്രീയ തലത്തിലേക്കും നയതന്ത്ര മേഖലയിലേക്കും വ്യാപിക്കുന്നു. ഇന്ത്യ ഒരു ഉത്തരവാദിത്വമുള്ള സ്വയം പര്യാപ്തമായ രാഷ്ട്രമെന്ന നിലയിൽ ലോകവേദിയിൽ നിലകൊള്ളുന്നതിന് അഗ്നി 5 പോലുള്ള സംവിധാനങ്ങൾ സഹായകമാണ്. അഗ്നി 5ന്റെ അന്താരാഷ്ട്ര സ്ഥാനം. അഗ്നി 5ന്റെ വികസനം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ നയം എപ്പോഴും ഉത്തരവാദിത്വവും നിയന്ത്രണവും മുൻനിർത്തുന്നതാണ്. ഇന്ത്യ ആക്രമണാത്മകമായ സമീപനം സ്വീകരിക്കുന്ന രാജ്യമല്ല, മറിച്ച് സ്വന്തം സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനാണ് പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നത്. ഈ നിലപാട് അഗ്നി 5ന്റെ കാര്യത്തിലും വ്യക്തമാണ്. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള അടിത്തറയായി കണക്കാക്കപ്പെടുന്നു. ആത്മനിർഭർ ഭാരതും അഗ്നി 5ഉം. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന്റെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് അഗ്നി 5. പ്രതിരോധ രംഗത്ത് വിദേശ ആശ്രിതത്വം കുറയ്ക്കുകയും സ്വന്തം ഗവേഷണ ശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യങ്ങളുടെ ഫലമാണ് ഈ മിസൈൽ സംവിധാനം. ഇത് രാജ്യത്തിന്റെ വ്യവസായ ശാസ്ത്ര മേഖലകൾക്കും പ്രചോദനമായി മാറിയിട്ടുണ്ട്. യുവതലമുറയ്ക്ക് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒരു കരിയർ മാർഗമായി കാണാൻ ഇത് സഹായിക്കുന്നു. വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ സ്വാധീനം. അഗ്നി 5 പോലുള്ള നേട്ടങ്ങൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ പോലും ശാസ്ത്രത്തോടുള്ള ആകർഷണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർ ലോകോത്തര സംവിധാനങ്ങൾ വികസിപ്പിക്കുമ്പോൾ നമുക്കും കഴിയും എന്ന ആത്മവിശ്വാസമാണ് വിദ്യാർത്ഥികളിൽ വളരുന്നത്. ഇതൊരു ആയുധ സംവിധാനത്തിന്റെ സാമൂഹിക പ്രാധാന്യം എത്ര വലുതാണെന്ന് കാണിക്കുന്നു. വിമർശനങ്ങളും ഉത്തരവാദിത്വവും. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും പോലെ അഗ്നി 5ഉം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ശക്തിയാണ് ഈ വിമർശനങ്ങൾ തുറന്നുവെക്കപ്പെടുന്നത്. പ്രതിരോധ ശേഷി വികസിപ്പിക്കുമ്പോൾ തന്നെ ഉത്തരവാദിത്വവും നിയന്ത്രണവും പാലിക്കണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉത്തരവാദിത്വ ബോധമാണ് അഗ്നി 5നെ ഒരു ശുദ്ധമായ തന്ത്രപ്രധാന പ്രതിരോധ സംവിധാനമായി നിലനിർത്തുന്നത്. അഗ്നി 5 ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു അവസാന അധ്യായമല്ല, മറിച്ച് ഭാവിയിലേക്കുള്ള ഒരു അടിത്തറയാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിരന്തരം മുന്നേറുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഗവേഷണ ശേഷി കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സൂചനയാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ അഗ്നി 5 മിസൈൽ ഇന്ത്യയുടെ ശാസ്ത്രീയ മികവിന്റെയും തന്ത്രപ്രധാന ചിന്താഗതിയുടെയും ദേശീയ ആത്മവിശ്വാസത്തിന്റെയും സമന്വയമാണ്. ഇത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉപകരണമല്ല, മറിച്ച് സമാധാനം നിലനിർത്താൻ ആവശ്യമായ ശക്തിയുടെ പ്രതീകമാണ്. അഗ്നി 5 ഇന്ത്യയുടെ ഇന്നലെയുടെ പരിശ്രമവും
ഇന്നത്തെ നേട്ടവും നാളെയുടെ സുരക്ഷിതത്വ ഭാവിയിലേക്കുള്ള പ്രതീക്ഷയും ഒരുമിച്ച് പ്രതിനിധീകരിക്കുന്നു. ആകാശ് മിസൈലിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവർ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ആകാശ് മിസൈൽ സംവിധാനം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിലെ വിശ്വസനീയ കവചം. ആധുനിക ലോകത്ത് ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വ്യോമ പ്രതിരോധം നിർണായക പങ്കുവഹിക്കുന്നു. ശത്രുവിന്റെ ആകാശാക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കാൻ ശക്തവും വിശ്വസനീയവുമായ പ്രതിരോധ സംവിധാനങ്ങൾ അനിവാര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ വികസിപ്പിച്ച ആകാശ് മിസൈൽ സംവിധാനം അത്യന്തം പ്രാധാന്യം ആർജിക്കുന്നത്. ഇന്ത്യയുടെ ശാസ്ത്രീയ കഴിവിന്റെയും പ്രതിരോധ ചിന്താഗതിയുടെയും മികച്ച ഉദാഹരണമാണ് ആകാശ് മിസൈൽ. ആകാശ് മിസൈൽ പേരും ആശയവും. ആകാശ് എന്ന പേര് തന്നെ ഈ മിസൈൽ സംവിധാനത്തിന്റെ ലക്ഷ്യവും ദൗത്യവും വ്യക്തമാക്കുന്നു. ആകാശം എന്നത് രാജ്യത്തിന്റെ സുരക്ഷയിൽ നിർണായകമായ ഒരു മേഖലയാണ്. അതിനെ സംരക്ഷിക്കുക എന്നതാണ് ഈ മിസൈൽ സംവിധാനത്തിന്റെ മുഖ്യോദ്ദേശം. ഇന്ത്യ സംസ്കാരത്തിൽ ആകാശം വിശാലതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാണ്. ആ പേരിലൂടെ തന്നെ രാജ്യത്തിന്റെ ആകാശപരിധി സുരക്ഷിതമാണെന്ന ആത്മവിശ്വാസമാണ് ആകാശ് മിസൈൽ പ്രതിനിധീകരിക്കപ്പെടുന്നത്. വികസനത്തിന്റെ പശ്ചാത്തലവും ചരിത്രവും. ആകാശ് മിസൈൽ സംവിധാനം ഇന്ത്യയുടെ DRDOയുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചതാണ്. വിദേശ ആശ്രിതത്വം കുറച്ച് സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കണമെന്ന ദീർഘകാല ദേശീയ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ആകാശ് മിസൈലിന്റെ വികസനം എളുപ്പമായിരുന്നില്ല. നിരവധി സാങ്കേതിക വെല്ലുവിളികളും പരീക്ഷണ ഘട്ടങ്ങളും അതിജീവിച്ചാണ് ഈ സംവിധാനം വിജയകരമായി രൂപം കൊണ്ടത്. ഈ പ്രക്രിയ ഇന്ത്യയുടെ ശാസ്ത്രീയ സ്ഥാപനങ്ങൾക്കുള്ള കഴിവും സഹനശേഷിയും തെളിയിക്കുന്നതാണ്. വ്യോമ പ്രതിരോധത്തിന്റെ പ്രാധാന്യം. യുദ്ധങ്ങളും സംഘർഷങ്ങളും മാറുന്ന സ്വഭാവമുള്ള ആധുനിക കാലഘട്ടത്തിൽ ആക്രമണങ്ങൾ പലപ്പോഴും ആകാശത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. വിമാനങ്ങൾ, ഡ്രോണുകൾ, മറ്റ് വ്യോമ ഭീഷണികൾ എന്നിവ പ്രതിരോധിക്കാൻ കരുത്തുറ്റ സംവിധാനങ്ങൾ ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഭൂതലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ നിർണായകമാകുന്നത്. ആകാശ് മിസൈൽ സംവിധാനം ഇന്ത്യയുടെ നഗരങ്ങൾ, സൈനിക താവളങ്ങൾ, തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ എന്നിവയെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന കവചമായി കണക്കാക്കപ്പെടുന്നു. സാങ്കേതിക ദർശനം. ആകാശ് മിസൈൽ സംവിധാനത്തിന്റെ സാങ്കേതിക ശക്തി അതിന്റെ സംയോജിത സ്വഭാവത്തിലാണ്. ഇതൊരു മിസൈൽ മാത്രമല്ല, മറിച്ച് റഡാർ, നിയന്ത്രണ സംവിധാനം, നിരീക്ഷണ സംവിധാനങ്ങൾ എന്നീ ഈ സംയോജിത സമീപനം ഇന്ത്യയുടെ ശാസ്ത്രീയ ചിന്താഗതിയിലെ പക്വതയെ സൂചിപ്പിക്കുന്നു. ഓരോ ഘടകവും പരസ്പരം ഏകോപിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആകാശ് സംവിധാനം ഫലപ്രദമാകുന്നത്. ഇത് ഇന്ത്യയുടെ സിസ്റ്റം എഞ്ചിനീയറിംഗ് കഴിവിന്റെ ഒരു ഉദാഹരണമാണ്. സൈനിക രംഗത്തെ പങ്ക്. ആകാശ് മിസൈൽ സംവിധാനം ഇന്ത്യൻ സൈന്യത്തിനും വ്യോമസേനയ്ക്കും നിർണായകമായ സഹായമാണ്. വ്യോമ ഭീഷണികൾക്കെതിരെ വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു വിശ്വസനീയ സംവിധാനമെന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. ഇതുവഴി സൈനിക കേന്ദ്രങ്ങളും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും കൂടുതൽ സുരക്ഷിതമാകുന്നു. സുരക്ഷിതത്വം വർദ്ധിക്കുന്നത് സൈനികരുടെ ആത്മവിശ്വാസത്തെയും പ്രവർത്തനക്ഷമതയെയും ശക്തിപ്പെടുത്തുന്നു. തന്ത്രപ്രധാന പ്രതിരോധത്തിലെ സ്ഥാനം. പ്രതിരോധം എന്നത് ആക്രമണത്തിന് മറുപടി നൽകുക മാത്രമല്ല, ആക്രമണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ മുന്നറിയിപ്പുമാണ്. ആകാശ് മിസൈൽ സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ ഈ തടയൽ ശക്തി എന്ന ആശയം ശക്തിപ്പെടുത്തുന്നു. ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ശത്രുക്കൾ 2 തവണ ചിന്തിക്കേണ്ടി വരും. ഈ നിലയിൽ ആകാശ് ഇന്ത്യയുടെ സമാധാന സംരക്ഷണ ശ്രമങ്ങളുടെ ഭാഗമാണ്. ആത്മനിർഭർ ഭാരതും ആകാശ് മിസൈലും. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ആകാശ് മിസൈൽ സംവിധാനം. ഇന്ത്യയുടെ സ്വന്തം ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ ശൃംഖലയും ചേർന്നാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. ഇതുവഴി പ്രതിരോധ രംഗത്തെ വിദേശ ആശ്രിതത്വം കുറയ്ക്കുകയും ആഭ്യന്തര സാങ്കേതിക ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിനും തൊഴിലവസരങ്ങൾക്കും വലിയ ഉണർവാണ് നൽകിയത്. അന്താരാഷ്ട്ര തലത്തിലെ പ്രാധാന്യം. ആകാശ് മിസൈൽ സംവിധാനം ഇന്ത്യയെ ഒരു ഉത്തരവാദിത്വമുള്ള പ്രതിരോധ സാങ്കേതിക രാഷ്ട്രമെന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ നയം ആക്രമണാത്മകമല്ല, മറിച്ച് സ്വന്തം പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കുന്നതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ നിലപാട് അന്താരാഷ്ട്ര സഹപ്രവർത്തനത്തിനും സമാധാനത്തിനും സഹായകമാണ്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ സ്വാധീനം.
ആകാശ് പോലെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിലെ യുവതലമുറയ്ക്ക് വലിയ പ്രചോദനമാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പഠിച്ച് രാജ്യസേവനത്തിൽ പങ്കാളികളാകാമെന്ന ബോധം ഇത് ശക്തിപ്പെടുത്തുന്നു. സ്കൂൾ കോളേജ് തലങ്ങളിൽ പ്രതിരോധ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ആകാശ് ഒരു പ്രായോഗിക ഉദാഹരണമായി മാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആകാശ് മിസൈൽ സംവിധാനം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിലെ വിശ്വസനീയമായ കവചമാണ്. ഇത് ഒരു ആയുധം മാത്രമല്ല, ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ സമർപ്പണവും ദേശീയ സുരക്ഷയോടുള്ള പ്രതിബദ്ധതയും പ്രതിനിധീകരിക്കുന്ന ഒരു സാങ്കേതിക നേട്ടമാണ്. ആകാശ് ഇന്ത്യയുടെ ഇന്നത്തെ സുരക്ഷയും നാളെയുടെ ആത്മവിശ്വാസവും ഒരുമിച്ച് സംരക്ഷിക്കുന്ന ഒരു ശക്തമായ പ്രതീകമായി തുടരുന്നു.